എന്തോ മാസ് സംഭവമാണ് തങ്ങൾ പറയുന്നതെന്ന് സ്വയം കരുതുന്ന ചിലരുടെ വീഡിയോസ് കണ്ടിരുന്നു. അതൊന്ന് കാണിക്കാം. ഇത്രയും പൈസ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം നമ്മൾ വോട്ട് ചെയ്താലും നമ്മളെ പോലെയുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം. അല്ല, നമുക്ക് അവരിൽ നിന്നും ഒരു സഹായം നമുക്ക് പ്രതീക്ഷിക്കണ്ട. ആര് ഭരിച്ചാലും എന്റെ കെട്ടിയമായിട്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റൂ, അല്ലാണ്ട് ഒരു നേട്ടമില്ല. ഇവിടുത്തെ പാർട്ടിക്കാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലേ? UDF, LDF or BJP? കേവയാ യാ കോയ അതേതാ പാർട്ടിയല്ല, എന്റെ ഉപ്പയാ. അങ്ങനെ എനിക്ക് ചെലവിനായിരുന്നു. ഇന്ന് നാട്ടിൽ ഗ്യാസ് കിട്ടാനില്ലാത്തതിനാൽ സാധനങ്ങളുടെയൊക്കെ വില നന്നായി കൂടിയിട്ടുണ്ട്. ഒരു 2 മാസം മുമ്പ് ഇറാൻ കൺട്രോൾ ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് എന്നൊരു സംഭവത്തെക്കുറിച്ച് നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ തുറന്നിരുന്ന എത്രയെത്രയോ ചരക്ക് കപ്പലുകൾ ഓടിക്കൊണ്ടിരുന്ന ആ കടലിടുക്ക് ഇപ്പോൾ അടയ്ക്കുന്നു, വീണ്ടും തുറക്കുന്നു, വീണ്ടും അടയ്ക്കുന്നു. അങ്ങനെ അത് കാരണം നമ്മൾ എല്ലാവരും പണികിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ ഒരു മെയിൻ കാരണം അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപാണ്. ഇലക്ഷൻ സമയത്ത് ട്രംപിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസ് ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അത് ലോകത്തിന് മൊത്തം ബുദ്ധിമുട്ടായിരിക്കും എന്ന് അക്കമിട്ട് പറഞ്ഞിരുന്നു. ഏകദേശം 64% പേരാണ് ആ ഇലക്ഷനിൽ വോട്ട് ചെയ്തത്. അതായത് ട്രംപിന്റെ പോളിസീസ് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അയാൾക്കെതിരെ വോട്ട് ചെയ്യാത്ത ഒരുപാട് ആളുകൾ അമേരിക്കയിലുണ്ട്. നേരത്തെ കാണിച്ച വീഡിയോസിൽ കണ്ടതുപോലെ ആർക്ക് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ പണിക്ക് പോകണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച കുറെ അമേരിക്കക്കാർ കാരണം ഇപ്പൊ നമ്മളോടൊപ്പം അവരും പണികിട്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ മാത്രമല്ല, അമേരിക്കയിലും ഈ യുദ്ധം ട്രംപിന്റെ മണ്ടൻ ടാരിഫ് പോളിസീസ് കാരണമൊക്കെ ഇൻഫ്ലേഷൻ കൂടി ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യില്ല, പൊളിറ്റിക്സ് എനിക്ക് ചേർന്നതല്ല എന്നൊക്കെയുള്ള പലരുടെയും അരാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൂടി വരുന്ന കാലമാണിത്. സോഷ്യൽ മീഡിയയും അതിന് വളം വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. എന്തിന് അത്യാവശ്യം റീച്ചുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ് വരെ വോട്ട് ചെയ്താൽ കൈ അശുദ്ധമാകും, അതുകൊണ്ട് ഞാൻ ഇത്തവണയും ചെയ്തിട്ടില്ല എന്നൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടിരുന്നു. അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാനും ഇന്ന് ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് വളരെ സിമ്പിളായി ഇങ്ങനെ അരാഷ്ട്രീയത പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർ മെയിനായും കാർ റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. കാർ ഓടിക്കണമെങ്കിൽ റോഡ് വേണം, ഫ്യൂവൽ വേണം. കാറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് റിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കണം. ഇതിലും ഇമ്പോർട്ടന്റ് ആയി കാർ ഉള്ളവരും കാർ വാങ്ങാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും ഇയാളുടെ വീഡിയോസ് മെയിനായി കാണുന്നത്. എന്നാൽ ജോലിയും വരുമാനവും ഒന്നും ഇല്ലെങ്കിൽ ആളുകൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്കണോമി നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ടെങ്കിൽ ചുരുക്കത്തിൽ ഇയാളുടെ വീഡിയോസ് കാണാൻ പോലും ആളുണ്ടാകും. നമ്മുടെ വരുമാനം, ചിലവ്, നമ്മൾ എത്ര സേവ് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിന് സ്വാധീനമുണ്ട്. കുറെ ആളുകളുടെ ചിന്ത നമ്മൾ പണിയെടുക്കുന്നു, അതിന് സാലറിയായി കിട്ടുന്ന പൈസയ്ക്ക് പോയി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു, ജീവിതം അത്ര സിമ്പിൾ ആണ് എന്നാണ്. എന്നാൽ ഈ പണം കൊടുത്താലും കിട്ടാൻ സാധനങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാലോ, അതിന്റെ ഒരു ഡെമോ ആണ് ട്രംപിന്റെ നയങ്ങൾ കാരണം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം, നേതാക്കൾ ഇവരെല്ലാം പെർഫെക്റ്റ് ആണ് എന്നല്ല. കാര്യങ്ങൾ ഇത്രയെങ്കിലും സ്മൂത്ത് ആയി പോകുന്നത് ഈ ഒരു ഗവേണിംഗ് സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അത് തെറ്റായ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പുതിയ ഭരണരീതി പരീക്ഷിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടിയൊക്കെയാണ് പീരിയോഡിക്കലായി നമ്മൾ ഇലക്ഷൻ നടത്തുന്നത്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഭരണമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് മാറ്റാനുള്ള സാധാരണക്കാരായ നമുക്കുള്ള ഒരേ ഒരു ചാൻസ് ആണ് നമ്മുടെ വോട്ടവകാശം എന്നത്. വേറൊരു ഉദാഹരണം പറയാം. പുടിൻ ഉക്രൈനെതിരെ നടത്തുന്ന യുദ്ധം കാരണം ലക്ഷക്കണക്കിന് റഷ്യൻ പട്ടാളക്കാരാണ് മരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അവിടുത്തെ കുറെ ആളുകൾക്ക് പുടിന്റെ ഈ യുദ്ധക്കൊതി കാരണം, അതുകൊണ്ട് കുറെ പേര് മരിക്കുന്നത് കാരണം, ഇക്കണോമി തകരുന്നത് കാരണം അയാളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടാകും. എന്നാൽ നിർഭാഗ്യവശാൽ റഷ്യയിലെ ജനങ്ങൾക്ക് ഇന്ന് അതിന് സാധിക്കില്ല. കാരണം ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ സിസ്റ്റം അവിടെ ഇല്ല. അപ്പൊ പുടിൻ യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ യുവാക്കൾക്ക് പോയേ പറ്റൂ, അവർക്ക് വേറെ വഴിയില്ല. അതായത് നമ്മുടെ വോട്ടവകാശമാണ്. ഉദാഹരണത്തിന് മോഡിക്ക് ചുമ്മാ ഒരു യുദ്ധം തുടങ്ങാമെന്ന് ആഗ്രഹം തോന്നിയാൽ പോലും അത് തടഞ്ഞു നിർത്തുന്ന ഏക ആയുധം. ഈ വീഡിയോ വരുമാനത്തെ കുറിച്ച് കൂടി ആയതുകൊണ്ട് അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ഓപ്ഷൻ മാത്രം ആശ്രയിക്കുന്നതിന് പകരം പല അസറ്റ് ക്ലാസ് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ അധികം ശ്രദ്ധ കിട്ടാത്ത ഒരു കാറ്റഗറിയാണ് ബോണ്ട് മാർക്കറ്റ്. ഫിക്സ്ഡ് റിട്ടേൺ നൽകുന്ന ഒരു കാറ്റഗറിയാണ് കോർപ്പറേറ്റ് ബോണ്ട്സ്. ഇതിൽ നിങ്ങൾ കമ്പനികൾക്ക് പണം കടമായി നൽകുന്നു, അതിന് പകരമായി മുൻകൂട്ടി തീരുമാനിച്ച ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അവർ നൽകുന്നു. പലിശ നിരക്കും റീപേയ്മെന്റ് ടേംസും മുന്നേ നിശ്ചയിച്ചതുകൊണ്ട് ഇതിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി എങ്ങനെ എവിടെ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അവിടെയാണ് വിൻ വെൽത്ത് വരുന്നത്. നമ്മളെ പോലുള്ള റീറ്റെയിൽ നിക്ഷേപകർക്ക് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം നൽകുന്ന പ്ലാറ്റ്ഫോമാണ് വിൻ വെൽത്ത്. മുമ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പിന്നെ കുറെ പണമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയതായിരുന്നു ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ ഇപ്പോൾ വിൻ വെൽത്ത് പോലുള്ള പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്കും വെറും 1000 രൂപ മുതൽക്ക് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ആനുവലി 9 മുതൽ 12% വരെ ഫിക്സ്ഡ് റിട്ടേൺ നൽകുന്ന BBB മുതൽ A വരെയുള്ള ബോണ്ട്സ് ആണ് ഈ പ്ലാറ്റ്ഫോമിൽ ടിപ്പിക്കലി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ക്ലീൻ ആയിട്ടുള്ള അവരുടെ ഡാഷ്ബോർഡ് വഴി എല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ്, മെച്യൂരിറ്റി ടൈം ലൈൻസ്, പിന്നെ റീഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈ പ്ലാറ്റ്ഫോമിലെ എല്ലാ ബോണ്ട്സും എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ്. കൂടാതെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബോണ്ട്സിലും 2% അവർ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇത് അവരുടെ ഓഫറിംഗ്സിലുള്ള കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും എല്ലാ ഇൻവെസ്റ്റ്മെന്റ് പോലെ ബോണ്ട്സിലും റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്ലൈമേഴ്സ് നന്നായി പരിശോധിക്കുക.
ഒരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് വിൻഡ് വെൽത്ത്. എന്നാൽ ഇനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തായിരിക്കും കുറെ ആളുകൾ ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് കഞ്ഞി കുടിക്കാം എന്ന് തഗ് ഡയലോഗ് അടിക്കുന്നതിന്റെ കാരണം? അതിന്റെ ഒരു മെയിൻ കാരണം ഇപ്പൊ ഭരിക്കുന്നവർ മാറി പ്രതിപക്ഷത്തിരിക്കുന്നവർ അധികാരത്തിൽ വന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊരു ചിന്തയാണ്. ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തോട്ടാണത്. എന്നാൽ ആ ഒരു തോട്ട് കാരണം നമ്മൾ വോട്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ അവിടെ നിശബ്ദമായിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാർട്ടി ഒരു ഇലക്ഷനിൽ വലിയ രീതിയിൽ തോൽക്കുകയാണെങ്കിൽ അവർ കാര്യമായി ഒന്നിരുന്ന് ചിന്തിക്കും എന്തുകൊണ്ടാണ് ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞത് എന്ന്. സോ അടുത്ത തവണ അവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ചെറിയ രീതിയിലെങ്കിലും അവരുടെ നയങ്ങളിൽ ഭരണരീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നത് തന്നെയാണ്. അതായത് പയ്യെ പയ്യെ നമ്മുടെ വോട്ടവകാശത്തിലൂടെ ഇങ്ങനെ പീരിയോഡിക്കലായി ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഭരണം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലെ മാർഗം. അപ്പൊ നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു സിസ്റ്റത്തിൽ ഹാപ്പി അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്വയം കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതാണ്. ഒപ്പം കൂടെയുള്ളവരെയും എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റി നേരിടുന്ന വലിയൊരു പ്രശ്നം എക്കോ ചേംബറുകളാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടി അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കോണ്ടന്റ് മാത്രം വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുന്ന ഒരു സാഹചര്യം. എന്റെ അഭിപ്രായത്തിൽ ആ എക്കോ ചേംബറിലെ പുതിയൊരു ഗ്രൂപ്പാണ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ പണിയെടുത്താൽ എനിക്ക് കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഗ്രൂപ്പ്. ശരിക്കും ഈ ഗ്രൂപ്പിന് നല്ല ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട്. ഇൻഫർമേഷൻ ലഭ്യമല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന അജ്ഞത ഒന്നും ബോധപൂർവമോ സൗകര്യപൂർവമോ അതിനെ മറക്കുന്നത് വേറൊന്നുമാണ്. ആദ്യത്തേത് വിദ്യാഭ്യാസം കൊണ്ട് പരിഹരിക്കാം. രണ്ടാമത്തേത് ഒരു സാമൂഹിക മനഃശാസ്ത്ര പ്രതിസന്ധിയാണ്. ഈ രണ്ടാമത്തെ പ്രശ്നമാണ് നേരത്തെ കാണിച്ച ഇൻഫ്ലുവൻസറിനെ പോലുള്ളവർക്ക് വോട്ട് ചെയ്യുന്നത് അശുദ്ധിയായി തോന്നുന്നതിന്റെ കാരണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 66% ആളുകളാണ് വോട്ട് ചെയ്തത്. ഇതിൽ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വോട്ടർ ടേൺ ഔട്ട് 58.7%. അതായത് ഒരു രാജ്യത്തിന്റെ ഭരണകേന്ദ്രത്തിൽ 41%-ലധികം ആളുകൾ വോട്ട് ചെയ്തില്ല. നഗരഗ്രാമ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം കാണിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഗ്രാമീണ മേഖലകളിൽ പൊതുവെ വോട്ടർ ടേൺ ഔട്ട് ഉയർന്നതാണ്. ഇതിന്റെ ഒരു കാരണം നഗരവൽക്കരണം ഒരു ജനവിഭാഗത്തെ ഞാൻ ഇത്രയും ജോലി ചെയ്യുന്നവനാണ്, ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം എന്ന ബോധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. ഉദ്യോഗസ്ഥ മധ്യവർഗ യുവജനത പലപ്പോഴും ആര് ജയിച്ചാലും ഒരേ കാര്യമല്ലേ എന്നൊരു ഒഴിഞ്ഞുമാറലിൽ അഭയം പ്രാപിക്കുന്നു. ഈ ആറ്റിറ്റ്യൂഡ് ഒരു ഉത്തരവാദിത്ത നിഷേധം മാത്രമല്ല, ഭരണഘടനാ ബോധമില്ലായ്മ കൂടിയാണ്. അപ്പൊ ചുരുക്കത്തിൽ ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്ന സിസ്റ്റത്തെക്കുറിച്ച് അതിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം, ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ മറ്റൊരു ബെറ്റർ ആൾട്ടർനേറ്റീവ് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ് നമുക്ക് വേണ്ടിയും ഇനിയുള്ള തലമുറകൾക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റിയ മികച്ചൊരു കാര്യം. നമുക്ക് ഭരിക്കുന്നവരുടെ കാര്യത്തിലും പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലും മൊത്തം സിസ്റ്റത്തിന്റെ കാര്യത്തിലും അതൃപ്തിയാണുള്ളതെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ വോട്ട്. മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു നിർത്താം. 2016 ഇംഗ്ലണ്ടിൽ നടന്ന ബ്രെക്സിറ്റ് ആധുനിക ജനാധിപത്യത്തിൽ ആളുകൾ പങ്കെടുക്കാതെ ഇരിക്കുന്നതും ജനങ്ങളുടെ അറിവില്ലായ്മയും എങ്ങനെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നതിന്റെ മറ്റൊരു നല്ല ഉദാഹരണമാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK പിരിഞ്ഞു പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നടന്ന ഇലക്ഷൻ ആയിരുന്നു അത്. 51.9% ആളുകൾ UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നും 48.1% ആളുകൾ യൂറോപ്യൻ യൂണിയനിൽ തന്നെ നിൽക്കണമെന്നുമാണ് വോട്ട് ചെയ്തത്. അതായത് ഏതാണ്ട് 4% ആളുകൾ കൂടുതൽ പിരിഞ്ഞു പോകണമെന്ന് വോട്ട് ചെയ്തതുകൊണ്ട് UK കാലങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വ്യാപാര ബന്ധങ്ങൾ, ഗവേഷണ ഫണ്ടിംഗ് ഇതൊക്കെ ഇല്ലാതായി. വോട്ട് ചെയ്യാതിരുന്നവരിൽ ബ്രെക്സിറ്റിനെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ കുറെ പേർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ബ്രിട്ടന്റെ സാമ്പത്തിക അവസ്ഥ മറ്റൊന്നായേനെ. എന്ത് കാര്യത്തിലും നമുക്കൊരു റൈറ്റ് അഥവാ അവകാശമുണ്ടെങ്കിൽ അതിന്റെ മറുവശത്ത് റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് തിരിച്ചറിയുക. നമ്മുടെ വോട്ടവകാശവും അതുപോലെ തന്നെയാണ്. അപ്പൊ എന്താണ്, ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് കൊള്ളാം, വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത വിൻഡ് വെൽത്ത് ആപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ബോണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ ഫിക്സ്ഡ് റിട്ടേൺ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതിന്റെ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Fixed returns do not constitute guaranteed or assured returns. Investments in corporate debt securities, municipal debt securities, and securitized debt instruments are subject to credit risks, market risks, and default risks, including delay and/or default in payment. Read all the offer-related documents carefully.